കോടീശ്വരനായ യുവാവ് ബ്ലൈൻഡ് ഡേറ്റിൽ കണ്ട പെൺകുട്ടികളെയൊക്കെ വേണ്ട എന്ന് പറയുന്നു. ഇന്ന് തന്നെ തീർച്ചയായും വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് അങ്കിൾ പറയുന്നു. അടുത്ത നിമിഷം വൃത്തിഹീനമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മന്ദബുദ്ധിയായ പെൺകുട്ടി അയാളുടെ മടിയിലേക്ക് വന്നു ഇരിക്കുന്നു. ഈ പെൺകുട്ടി ഒരിക്കൽ കോടീശ്വരന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് അയാൾ ഓർക്കുന്നു. ആ പെൺകുട്ടിയോട് തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് അയാൾ ചോദിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് വിവാഹം എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? അതുകൊണ്ട് തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നു. അത് കേട്ട പെൺകുട്ടി ഉടനെ തന്നെ വിവാഹത്തിന് സമ്മതിക്കുന്നു. ഉടനെ തന്നെ ആ കോടീശ്വരൻ പെൺകുട്ടിക്ക് ഒരു വൈദ്യ പരിശോധന നടത്തണമെന്ന് അസിസ്റ്റന്റിന്റെ കൂടെ ആവശ്യപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് കിട്ടിയ അസിസ്റ്റന്റ് ആവട്ടെ പെൺകുട്ടിക്ക് വലിയ തോതിൽ തന്നെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ 5 വയസ്സിന്റെ ബുദ്ധിശക്തി മാത്രമേ പെൺകുട്ടിക്കുള്ളൂ എന്നും പറയുന്നു. പക്ഷേ ഭൂതകാലത്തിൽ പെൺകുട്ടി ഒരു ചില്ലറക്കാരിയായിരുന്നില്ല. അവൾ മാർഷ്യൽ ആർട്സിൽ പ്രഗത്ഭയായിരുന്നു. പക്ഷേ അന്ന് കോടീശ്വരനെ രക്ഷിക്കുന്ന സമയത്ത് പെൺകുട്ടിയും അയാളും ഒരു രാത്രി ചിലവഴിച്ചിരുന്നു. അങ്ങനെ ഗർഭിണിയായ പെൺകുട്ടിയുടെ കുഞ്ഞിനെയാവട്ടെ പ്രസവശേഷം അവളുടെ സഹോദരൻ തട്ടിയെടുക്കുന്നു. എന്നാൽ ഭാഗ്യവശാൽ കോടീശ്വരന്റെ കയ്യിൽ തന്നെ ആ കുഞ്ഞ് എത്തിപ്പെടുന്നു. ഒരു കുട്ടിയുടെ മനോനില മാത്രമുള്ള പെൺകുട്ടിയാവട്ടെ കസാരയിൽ നിന്ന് ചാടുന്ന വഴിക്ക് കാൽ വഴുതി താഴേക്ക് വീഴാനൊരുങ്ങുന്നു. ഈ സമയത്ത് വീൽചെയറിലിരിക്കുന്ന അവളുടെ ഭർത്താവട്ടെ എഴുന്നേറ്റ് വന്ന് അവളെ പിടിക്കുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അയാളുടെ കാലിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. കാലിന് സ്വാധീനമുള്ള കാര്യം മറ്റുള്ളവരറിയരുതെന്നും ഇത് നമ്മുടെ മാത്രം രഹസ്യമാണെന്നും യുവാവ് പറയുന്നു. പെൺകുട്ടി അതിന് സമ്മതമറിയിക്കുന്നു. സമയം പെൺകുട്ടിയാവട്ടെ അയാളുടെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് സ്വീകരണ മുറിയിലേക്ക് പോകുന്നു. അപ്രതീക്ഷിതമായി അയാളുടെ കസിനും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. കോടീശ്വരന്റെ സമ്പത്തുകൾ തട്ടിയെടുക്കാൻ അവർക്ക് പദ്ധതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയ പെൺകുട്ടി ഒരു കപ്പ് ചായയുമായി വരുന്നു. ഇത് അവരെ ആശ്ചര്യപ്പെടുത്തുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ അത് നേരെ അവരുടെ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. പെൺകുട്ടി അവർക്ക് നല്ലൊരു യാത്രയയപ്പ് നേരുന്നു. ഈ സമയത്ത് അവർക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കൊച്ചുകുട്ടിയുടെ മാനസിക നില മാത്രമുള്ള ആ പെൺകുട്ടി തനിക്കെന്നും ഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്ന് ആ കോടീശ്വരൻ വിശ്വസിക്കുന്നു.